ഹലോ, ഇന്ന് വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാനായിട്ട് എന്താണ് നമുക്ക് നോക്കിയാലോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നാളെ ഒരു ചക്ക മേടിച്ചില്ലേ, അതിന്റെ കുരു തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇവിടെ മക്കൾക്ക് ചക്കയേക്കാൾ കൂടുതൽ ഇഷ്ടം അതിന്റെ കുരു ഫ്രൈ ചെയ്യുന്നതാണ്. പിന്നെ ചക്കക്കുരുവിന്റെ തൊലി കളയുന്ന ഒരു പണിപ്പെട്ട ജോലി തന്നെയാണ്. പിന്നെ ഇത് മക്കളുടെ കയ്യിൽ കൊടുത്താലോ അങ്ങോട്ടും ഇങ്ങോട്ടും തൊലിയൊക്കെ കളഞ്ഞ് ഇരട്ടി പണി ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് ചെയ്യുന്നത്. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നല്ല സ്റ്റൈലിന് കത്തി എറിഞ്ഞു പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിരുന്നെങ്കിൽ കൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചക്കക്കുരുവിലേക്ക് സകലമാന പൊടികളും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല. ഉടനെ തന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചതച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ചക്കക്കുരു ആണല്ലോ കഴിക്കുന്നത്, വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരിക്കാം, അത് ഒഴിവാക്കാനാണ് കേട്ടോ നമ്മൾ ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചക്കക്കുരു ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഈ മഴയൊക്കെ കണ്ട് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.